മനുഷ്യരുടെ ശാരീരികവും മാനസികവുമായ ഉണർവിനും ഉല്ലാസത്തിനും ബൗദ്ധിക വികാസത്തിനും കാരണമാകുന്ന ഊർജത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഹരിത ഇടങ്ങൾ എന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾക്കൊപ്പം മനുഷ്യൻ കുതിക്കുമ്പോഴും ശാരീരിക മാനസികാരോഗ്യത്തിൽ ഇന്ന് പിറകിലാവുന്നു. ഈ സാഹചര്യത്തിലാണ് ഗ്രീൻ തെറാപ്പി അഥവാ നേച്ചർ തെറാപ്പിയുടെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. പ്രകൃതിയുമായി അടുത്ത് ഇടപഴകുവാനുള്ള അവസരം ഒരുക്കുമ്പോൾ ഇലകളും പൂക്കളും മണ്ണും ജലവുമെല്ലാം പരിശീലനത്തിനുള്ള ഉപകരണങ്ങളായി ഇവിടെ മാറുകയാണ്. കുട്ടികളുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവും സാമൂഹ്യപരവുമായ വികാസം ലക്ഷ്യം വെച്ചുകൊണ്ട് ഗ്രീൻ തെറാപ്പി എന്ന നൂതനാശയത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ കൈപിടിച്ച് ചേർത്ത് നിർത്തുകയാണ് മാടായി BRC. പൂന്തോട്ടമെന്നാൽ തുറസായ സ്ഥലം എന്നതിനപ്പുറം ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ആസ്വദിക്കുവാനും വിശ്രമിക്കുവാനുമുള്ള ഇടമായി മാറുമ്പോൾ പ്രകൃതി നൽകുന്ന ഹീലിംഗ് തെറാപ്പിയുടെ അത്ഭുതം നമുക്ക് അനുഭവവേദ്യമാക്കുവാൻ സാധിക്കും. ഗ്രീൻ എക്സസൈസ്, പ്രകൃതിയുടെ ചിത്രാവിഷ്കാരം, പ്രകൃതി നടത്തം, മൃഗപരിപാലനം, പൂന്തോട്ട പരിപാലനം, ആകാശ കാഴ്ച നിരീക്ഷണം തുടങ്ങിയ രീതികളെല്ലാം ശാസ്ത്രീയ അടിത്തറയോടുകൂടി ഗ്രീൻ തെറാപ്പിയുടെ ഭാഗമായി ഇന്ന് ലോകത്താകമാനം പ്രചാരത്തിലുള്ളവയാണ്. ഇതിൽ നമ്മുടെ കുട്ടികളുടെ വികാസ മേഖലകൾ പരിപോഷിപ്പിച്ച് ശാരീരിക മാനസിക വികാസം പ്രാപ്യമാക്കാൻ, നിറങ്ങൾ പകരാൻ, ചിറകു വിടർത്താൻ, പുതുനാമ്പുകൾ പരിചയപ്പെടാൻ പൂന്തോട്ട പരിപാലനമാണ് മാടായി BRC ഒരുക്കിയിട്ടുള്ളത്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് വീൽ ചെയർ ഫ്രണ്ട്ലി ആയാണ് ഇവിടെ ഗാർഡൻ ഒരുക്കിയിട്ടുള്ളത്. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് സ്വതന്ത്രമായി ചെടികൾ നടുവാനും പരിചരിക്കുവാനും സാധിക്കുന്ന തരത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകിയാണ് ഓരോ ഇടവും തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം കാഴ്ച, കേൾവി, ഗന്ധം, സ്പർശം തുടങ്ങിയ സെൻസറി മേഖലകളിലൂടെ പഠനാനുഭവങ്ങൾ സാധ്യമാക്കുക എന്നതും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിരുന്നൊരുക്കുന്ന അനുഭവങ്ങൾ നൽകുന്നതിലൂടെ കുട്ടികളിൽ ഹാപ്പി ഹോർമോൺ ആയ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ശാരീരിക മാനസികോല്ലാസത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. കൂടാതെ കുട്ടികൾ അറിയാതെ തന്നെ ഏകാഗ്രത, സൂക്ഷ്മ സ്ഥൂല പേശി വികാസം, സഹവർത്തിത്വം, ക്രമീകരണം തുടങ്ങിയ വികാസ മേഖലകളുടെ മെച്ചപ്പെടലുകൾ കൂടി സംഭവിക്കുന്നു. ഉത്കണ്ഠ, വിഷാദം, നെഗറ്റീവ് ചിന്തകൾ തുടങ്ങിയ അനാരോഗ്യകരമായ അവസ്ഥകളെ തീർത്തും ഇല്ലാതാക്കാൻ പ്രകൃതിയിലേക്ക് ഇറങ്ങിയുള്ള ഈ തെറാപ്പി രീതിയിലൂടെ സാധ്യമാകുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയും വളരെ മുന്നേറിയിരിക്കുന്നു. സമഗ്ര ശിക്ഷ കേരള വിവിധങ്ങളായ പരിപാടികൾ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കണം. പ്രധാനമായും നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ മേഖലയിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്പേസ് സെൻറ്റർ. ഓട്ടിസം സെൻറ്റർ ഉണ്ട്, സ്പേസ് സെൻറ്റർ ഉണ്ട്. അതോട് ചേർന്ന് തന്നെ മാടായി പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയാണ് ഗ്രീൻ തെറാപ്പി സെൻറ്റർ. അപ്പോൾ ഈ ഗ്രീൻ തെറാപ്പി സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതി കുട്ടിയുടെ വിദ്യാഭ്യാസത്തിലും അവൻ്റെ മൊത്തത്തിലുള്ള മാറ്റത്തിലും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഉപാധിയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മാനസികമായ ഉല്ലാസം അവരുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടാക്കുന്ന ഒന്നാണെന്നുള്ള കണ്ടെത്തലാണ് ഗ്രീൻ തെറാപ്പിക്ക് വേണ്ടിയുള്ള ഗ്രീൻ തെറാപ്പി സെൻറ്റർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാടായിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരും മറ്റ് അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തകരും ആലോചിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രീൻ തെറാപ്പി സെൻറ്റർ ഉണ്ടാക്കുകയാണ്. അതിൽ പ്രധാനമായും ഭിന്നശേഷിക്കാരായ, അതും പ്രത്യേകിച്ചും ബെഡ് റിഡനായിട്ടുള്ള മക്കൾക്ക് അവിടെ വരാനും അവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്രകൃതിയിലെ ഓരോന്നിനെയും, പൂവിനെയും പൂമ്പാറ്റയെയും മണ്ണിനെയും മരത്തെയും അതുപോലെ വെള്ളത്തെയും തൊട്ടറിഞ്ഞ് കാണാനും ആസ്വദിക്കാനും അതോടെ അനുഭവങ്ങൾ നേടാനുമുള്ള ഒരു കുഞ്ഞ് സെൻ്ററാണിപ്പോൾ മാടായി BRCയോട് ചേർന്നുണ്ടാക്കുന്നത്. അത് നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഏറെ ഗുണം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെ രക്ഷിതാക്കളും വരികയാണ്. രക്ഷിതാക്കൾക്ക് ഇവർക്ക് ഒരുപാട് അനുഭവങ്ങൾ പകർന്നു കൊടുക്കാനുള്ള ഒരു സെൻ്ററായി നമ്മുടെ ഗ്രീൻ തെറാപ്പി സെൻറ്റർ മാറാൻ പോവുകയാണ്. ഈ തരത്തിൽ കേരളത്തിൽ എല്ലായിടത്തും ഇതുപോലെ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്, ഒരു മാതൃകയാണ്
മാടായി വികസിപ്പിക്കപ്പെടുന്നത്. കുട്ടികളുടെ കാഴ്ചകൾ, അനുഭവങ്ങൾ പ്രകൃതിയുടെ വിശാലതയിലേക്ക്, പച്ചപ്പിലേക്ക്, സൗന്ദര്യത്തിലേക്ക് മിഴി തുറക്കട്ടെ. പുതിയ ആകാശവും സ്വപ്നങ്ങളും കൂടുതൽ നിറമുള്ളതാക്കാൻ നമുക്കും അവർക്കൊപ്പം ചേർന്ന് നിൽക്കാം, ചേർത്ത് പിടിക്കാം, ഒന്നിച്ച് നടക്കാം.